അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ഉറക്കം അല്ലാഹു നൽകിയ ഏറ്റവും വലിയ ഒരു നിഅമത്താണ്. പകലന്തിയോളം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജോലി ചെയ്യുന്ന ആളുകൾക്ക് രാത്രി സമയങ്ങളിൽ അല്പ വിശ്രമം എന്ന നിലക്ക് അല്ലാഹു നൽകിയ ഈ അനുഗ്രഹത്തെ നാം ഉപയോഗപ്പെടുത്തുന്നു. എന്നാൽ പകൽ സമയങ്ങളിൽ കിടന്നുറങ്ങുക എന്നുള്ളത് സുബ്ഹിക്ക് ശേഷം അതുപോലെ തന്നെ അസ്റിന് ശേഷമൊക്കെ ഉറങ്ങുക എന്നുള്ളത് ഒരിക്കലും ഭൂഷണമല്ല, നല്ലതല്ല എന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാരൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. സുബ്ഹിക്ക് ശേഷമുള്ള ഉറക്കം അതിന് ഹൈലുലത്തെന്ന് പറയും. ആ സമയത്തുള്ള ഉറക്കം അള്ളാഹു നമുക്ക് നൽകുന്ന ഭക്ഷണം, ജീവിതത്തിൽ ഐശ്വര്യം, അഭിവൃദ്ധി അത് തടയപ്പെടാൻ കാരണമായി തീരും. സുബ്ഹിക്ക് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെ സുബ്ഹി നിസ്കാരം നിർവഹിച്ച് അതേ സ്ഥലത്ത് തന്നെ ഇരുന്ന് ദിക്റിലും ഔറാദിലുമായി കഴിഞ്ഞുകൂടിയാൽ പരിപൂർണമായ ഹജ്ജ് നിർവഹിച്ച പ്രതിഫലം അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. എന്നാൽ ആ സമയത്ത് കിടന്നുറങ്ങിയാലോ അല്ലാഹു തആലയോട് ജീവിതമാർഗത്തിൽ ബറക്കത്തിന് വേണ്ടി, ജോലിക്ക് വേണ്ടി, ഭക്ഷണത്തിലെ വിശാലതയ്ക്കൊക്കെ വേണ്ടി നാം അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ടുന്ന ഈ പ്രധാനപ്പെട്ട സമയം അത് നാം കിടന്നുറങ്ങി നഷ്ടപ്പെടുത്തിയാൽ നമ്മുടെ റിസ്ക്, ഭക്ഷണം തടയപ്പെടും. അതുപോലെ തന്നെ ബുദ്ധിക്ക് അതുകൊണ്ട് വലിയ പ്രയാസങ്ങൾ നേരിടാൻ സാധ്യതയുണ്ടെന്നൊക്കെ മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. എന്നാൽ ഉച്ചക്കുള്ള ഉറക്കം അത് ളുഹറിന് മുമ്പാവട്ടെ അല്ലെങ്കിൽ ശേഷമാവട്ടെ ഒരല്പസമയം കിടന്നുറങ്ങുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തായ ഖൈലുലത്തിൻ്റെ ഉറക്കം എന്നതിന് പറയപ്പെടും. പ്രത്യേകിച്ച് തഹജ്ജുദ് നിസ്കാരം നിർവഹിക്കാനൊക്കെ വേണ്ടി രാത്രിയിൽ എഴുന്നേൽക്കുന്ന ആളുകൾക്ക് ഈ സമയത്തുള്ള ഉറക്കം സുന്നത്താണെന്ന് തന്നെ മഹാന്മാരാകുന്ന പണ്ഡിത മഹത്തുക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഹബീബായ സയ്യിദനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞതായി കാണാം, ഖീലു ഫഇന്ന ശൈത്താന ലാ തഖീലു, നിങ്ങൾ ഖൈലുലത്തിൻ്റെ ഉറക്കം ഉറങ്ങുക, ശരിക്കലും പിശാച് ശൈത്താൻ ഖൈലുലത്തിൻ്റെ ഉറക്കം ഉറങ്ങാറില്ല എന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അസ്റിന് ശേഷമുള്ള ഉറക്കം അതൊരിക്കലും നന്നല്ല, അത് ഒഴിവാക്കണം. അന്നേരത്ത് ഉറങ്ങിയാൽ അത് ബുദ്ധിക്ക് തന്നെ തകരാറ് വരാൻ വളരെയധികം സാധ്യതയുണ്ടെന്ന് മഹാന്മാരാകുന്ന പണ്ഡിത മഹത്തുക്കൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതിൻ്റെ പുറമെ മഹാനായ അബൂ യഅല റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസ്നദിൽ ആയിഷ റളിയല്ലാഹു അൻഹയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാൻ സാധിക്കും, മൻ നാമ ബഅദൽ അസ്രി ഫഖ്തലസ അഖ്ലുഹു ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹു, വല്ലൊരുത്തനും അസ്റിന് ശേഷം ഉറങ്ങി അങ്ങനെ ബുദ്ധിക്ക് വല്ല തകരാറും സംഭവിച്ചാൽ അവൻ്റെ സ്വന്തം ശരീരത്തെ തന്നെ അവൻ കുറ്റപ്പെടുത്തിക്കൊള്ളട്ടെ, അതിന് കാരണക്കാരൻ അവൻ തന്നെയാണ് എന്ന നിലക്ക് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അസ്റിന് ശേഷമുള്ള ഉറക്കം ഒരിക്കലും നന്നല്ല, അത് നമ്മുടെ ബുദ്ധിക്ക് തന്നെ തകരാറ് വരാൻ വളരെയധികം സാധ്യതയുണ്ട്. അസ്റിന് ശേഷം സ്ഥിരമായി ഉറങ്ങിയാൽ അതുകൊണ്ട് ഭ്രാന്തടക്കമുള്ള രോഗങ്ങൾ പിടിപെടാൻ വളരെയധികം കാരണമായി തീരുമെന്നൊക്കെ മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അന്നേരത്ത് ഉറങ്ങിയാൽ തന്നെ നമുക്ക് തന്നെ പലപ്പോഴും അനുഭവമുള്ളതുപോലെ ഉറങ്ങി എഴുന്നേറ്റാൽ ഇപ്പോൾ ഏത് സമയമാണെന്ന് തന്നെ ബോധമില്ലാതെ, എവിടെയാണെന്ന് ബോധമില്ലാത്തൊരു ബുദ്ധിക്ക് തന്നെ ഇച്ചിരി തകരാറ് സംഭവിച്ചൊരവസ്ഥ പലപ്പോഴും പലർക്കും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ അസ്റിന് ശേഷമുള്ള ഉറക്കം അത് ഒഴിവാക്കുകയാണ് വേണ്ടത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആഫിയത്തോടെ സിഹത്തോടെ ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനിലായി ജീവിച്ച് മുഅ്മിനായി കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.